എല്ലാവർക്കും ഫ്ലിക്സ് അൺകട്ടിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രാദേശിക ഭാഷകളിലൊന്നാണല്ലോ മലയാളം. 1960കളിലും 70കളിലും തിയേറ്ററുകളിൽ വന്ന് വൻ പ്രദർശന വിജയം നേടിയ 5 ത്രില്ലർ സിനിമകളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിൽ 5-ാമതായി വരുന്ന ചിത്രമാണ് കറുത്ത കൈ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് പി സുബ്രഹ്മണ്യം നിർമ്മിച്ച് 1964 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് ക്രൈം ത്രില്ലറാണ് കറുത്ത കൈ. പ്രേം നസീർ, ഷീല, അടൂർ ഭാസി, തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പട്ടണത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ദുരൂഹത പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ശ്രീ പ്രേം നസീർ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. കറുത്ത കൈ എന്ന മലയാള സിനിമയും 1927 പ്രസിദ്ധീകരിച്ച ഹിന്ദി ഡിറ്റക്റ്റീവ് നോവൽ ലാൽ പഞ്ചയും തമ്മിലുള്ള സാമ്യം അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ചിത്രം പിന്നീട് തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു. 4-ാമതായി വരുന്നത് മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രമാണ്. 1972 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ് മറവിൽ തിരിവ് സൂക്ഷിക്കുക. ജെ ശശികുമാർ സംവിധാനം ചെയ്ത് RS രാജൻ നിർമ്മിച്ചതാണ് ഈ സൂപ്പർ ഹിറ്റ് ചിത്രം. പ്രേം നസീർ, വിജയശ്രീ, അടൂർ ഭാസി, തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. വയലാർ രാമവർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനാണ്. ജയദേവൻ എന്ന തിരക്കഥാകൃത്ത് ഒരു ഹിൽ സ്റ്റേഷനിൽ സമയം ചിലവഴിക്കുമ്പോൾ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച അപകടകരമായ ഒരു വളവിൻ്റെ പിന്നിലെ നിഗൂഢത കണ്ടെത്തുന്നതാണ് കഥ. ത്രില്ലർ സിനിമകളിൽ കണ്ടിരിക്കാൻ കഴിയുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് മറവിൽ തിരിവ് സൂക്ഷിക്കുക. 3-ാമതായി വരുന്ന ചിത്രമാണ് ലങ്കാദഹനം. 1971 പുറത്തിറങ്ങിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ലങ്കാദഹനം. ഇത് ജെ ശശികുമാർ സംവിധാനം ചെയ്യുകയും KP കൊട്ടാരക്കര നിർമ്മിക്കുകയും ചെയ്തു. പ്രേം നസീർ, അടൂർ ഭാസി, ജോസ് പ്രകാശ്, ശങ്കരാടി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. MS വിശ്വനാഥനായിരുന്നു ചിത്രത്തിന് സംഗീതം നൽകിയത്. ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടെ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ഒരു പ്രശസ്ത സ്കൂളിൽ 1 വർഷം ചിലവഴിക്കാൻ നിർബന്ധിതയാവുകയും ചെയ്യുന്നു. സംഗീത അധ്യാപകന്റെ വേഷം ധരിച്ച ഒരു CID ഉദ്യോഗസ്ഥനായി പ്രേം നസീർ അവളെ രക്ഷിക്കാനും രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും ശ്രമിക്കുന്നതാണ് കഥ. ഈ ചിത്രത്തിലെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി എന്ന് തുടങ്ങുന്ന അർത്ഥവത്തായ ഗാനം ഇന്നും വളരെ പ്രസക്തിയുള്ളതാണ്. 2-ാം സ്ഥാനത്ത് വരുന്നത് കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രമാണ്. 1969 പുറത്തിറങ്ങിയ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലർ ചിത്രമാണ് കണ്ണൂർ ഡീലക്സ്. AB രാജ് സംവിധാനം ചെയ്ത് ദേവൻ എന്ന ഓമനപ്പേരിൽ കഥയെഴുതി TE വാസുദേവൻ നിർമ്മിച്ചതാണ് ഈ ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവി ചിത്രമായ ഇത് ഒരു ബസ്സിൽ സംഭവിക്കുന്ന ഒരു മോഷണത്തെ കേന്ദ്രീകരിക്കുകയും പ്രേം നസീർ, ഷീല, അടൂർ ഭാസി എന്നിവർ അഭിനയിക്കുകയും ചെയ്യുന്നു. കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെതിരായ ട്രേഡ് മാർക്ക് കേസ് വിജയിപ്പിക്കാൻ നമ്മുടെ KSRTCയെ ഈ സിനിമയിലെ ദൃശ്യങ്ങൾ സഹായിച്ചു എന്നതും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒരു കിടിലം സസ്പെൻസ് ത്രില്ലറായ ഈ ചിത്രം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. 1-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൊച്ചിൻ എക്സ്പ്രസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. M കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് TE വാസുദേവൻ നിർമ്മിച്ച 1967 റിലീസായ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൊച്ചിൻ എക്സ്പ്രസ്. പ്രേം നസീർ, ഷീല, അടൂർ ഭാസി, ശങ്കരാടി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൊച്ചിൻ എക്സ്പ്രസിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എങ്കിലും ആരും വിചാരിക്കാത്ത ഒരു കുറ്റവാളിയിൽ വന്നു നിൽക്കുന്നിടത്താണ് കൊച്ചിൻ എക്സ്പ്രസ് എന്ന ചിത്രം ഒരു എവർഗ്രീൻ ക്ലാസിക് ത്രില്ലറായി മാറുന്നത്. ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മലയാള ചിത്രമാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ 5 ത്രില്ലറുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണെങ്കിലും ഈ ചിത്രങ്ങളെല്ലാം തന്നെ മലയാളം സിനിമയുടെ താൾവഴികളിൽ ചരിത്രം തീർത്തവയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിത്രങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ.